എന്താ പറയാ, ഇത്ര സീരിയസ് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ഇഷ്ടം പോലെ ഒരു പ്രണയം ഒന്നേ ഉള്ളൂ. എന്നെ കണ്ട ഒന്നേ ഉള്ളൂ തോന്നുന്നു. ഈ ചാനലിൽ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന നീതു കുറെ കൂടെ എന്താ പറയാ റീച്ചുള്ള ഒരു ചാനലിലേക്ക് പോകണം എന്നാണ് നീതുവിന്റെ ആഗ്രഹം. പിന്നെ ഈ വലിയ പ്രൊജക്റ്റിൽ ഇന്നായി കഴിഞ്ഞാലും ചെറിയ പ്രൊജക്റ്റിൽ ഇന്നായി കഴിഞ്ഞാലും ഏതാണ് ആൾക്കാരിൽ എത്തുക എന്നുള്ളതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. നമുക്കൊരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം കട്ട് ചെയ്തോട്ടാ. കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതോ വലുതോ ഒന്നുമില്ല, നമ്മൾ ഒരിക്കലും സൈഡാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആലോചിക്കുകയാണോ? അല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. എന്തോ ആലോചിക്കുന്നു. ഇല്ല, ഈ ഒരു ഇതിൽ അങ്ങ് എടുക്കുന്നതാണ്. ഹായ്, ഹലോ, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് നമുക്കുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, അശ്വത് ലാൽ. പക്ഷെ ആ പേരിനേക്കാളും ആന്റണി താടിക്കാരൻ എന്ന് പറയുമ്പോഴായിരിക്കും കുറെ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ചേട്ടാ, സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷം, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണല്ലോ, എന്തൊക്കെയാണ് ഓണം വിശേഷങ്ങൾ? ഓണവിശേഷങ്ങൾ എന്താ, എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ വർഷവും ഓണം ആഘോഷിക്കും. പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ സെറ്റിലായിരിക്കും അല്ലെങ്കിൽ വീട്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ചോദിക്കട്ടെ, സെറ്റിലെ ഓണമാണോ വീട്ടിലെ ഓണമാണോ, ഏതാ കുറച്ചുകൂടി ഇഷ്ടമുള്ളത്? വീട്ടിലോണല്ലേ. വീട്ടിലോണം എന്ന് വെച്ചാൽ നമ്മുടെ ഓണമല്ലേ. സെറ്റിൽ അങ്ങനെയല്ലല്ലോ. സെറ്റിൽ സദ്യ മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോകണം. ജോലിയാണല്ലോ. ഓക്കെ, ലഞ്ച് ബ്രേക്ക് മാത്രം, പിന്നെ അത് കഴിഞ്ഞാൽ ബാക്ക് ടു വർക്ക്. അതെ, നാട്ടിലെ ഓണം അങ്ങനെയല്ലല്ലോ. അതെ, നാട്ടിലെ ഓണം വേറെ രസമല്ലേ, വൈബല്ലേ. നാട്ടിലെ ക്ലബ്ബ് പരിപാടികൾ കാര്യമായിട്ടൊക്കെ. നാട്ടിലോണം ക്ലബ്ബ്, പിന്നെ ഈ പ്രോഗ്രാമുകൾ കോർഡിനേഷൻ അങ്ങനത്തെ ഇതെല്ലാം കഴിഞ്ഞു. അത് പിന്നെ സദ്യ ഉണ്ട്, പിന്നെ അങ്ങനെയാ പോകുന്നത്. അതാണ് നാട്ടിലോണം. അപ്പോൾ പക്ഷെ ആഗ്രഹം സെറ്റിൽ, ആ ഒരു സമയത്ത് ഒരു ഫിലിം സെറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലേ മനസ്സിലായത്? നമുക്ക് കണ്ടിന്യൂസ് വർക്ക് ഉണ്ടായി, നമ്മൾ അതിൽ നിൽക്കണം എന്നുള്ളൊരു ഇതില്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ തുടങ്ങട്ടെ. ആന്റണി താടിക്കാരൻ എന്ന് പറഞ്ഞ പേര് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു ക്യാരക്ടർ ഇന്നും മലയാളികൾ ഓർത്തിരിക്കുകയല്ല, നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടർ ആൾക്കാർ ഓർത്തിരിക്കുക എന്ന് പറയുന്നത്, അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? അത് ആലോചിച്ച് പറയണല്ലോ. അതെന്താണെന്നറിയോ, നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നു, സിനിമാക്കാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ ആ സിനിമയിലെ ആളല്ലേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്യാരക്ടറിന്റെ പേര് പറയുമ്പോൾ. ഈ ക്യാരക്ടർ ചെയ്ത ആളല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തത് എന്തൊക്കെയോ എവിടെയൊക്കെ ശരിയായിരുന്നു. നമ്മുടെ ആ ക്യാരക്ടർ അത്രത്തോളം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ. അതെ, ഒരു ഫീലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞിട്ടൊരു കുറേ വർഷമായില്ലേ. അപ്പം അന്ന് ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ട്, എനിക്ക് ഇന്റർവ്യൂവിൽ എങ്ങനെ ഇരിക്കണമെന്ന് അറിയില്ല എന്ന്. ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. ഞാൻ അതല്ലേ എന്നെ ഋഷി എത്ര തവണ വിളിച്ചു. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് സംസാരിക്കുന്ന പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. അഭിനയിക്കാനാണെങ്കിൽ ഓക്കെ, പക്ഷെ സംസാരത്തിലാണ്. അഭിനയിക്കുന്നത് നമ്മൾ വേറൊരു മൂഡ് ആണല്ലോ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ ഭയങ്കര ജെന്യൂൻ ആയിട്ട് സംസാരിക്കുകയല്ലേ. ഓണത്തെ കുറിച്ച് എന്ത് എന്നല്ലല്ലോ എന്നോട് ഡയറക്ടർ പറയുന്നത്. അതെ, നമ്മളിപ്പോ അത് സംസാരിക്കാൻ നേരം നമുക്ക് അത്ര യൂസ്ഡ് ആയിട്ടില്ല. പക്ഷെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഈ സമയത്തും. അതായത് അതിന്റെ ഇതൊക്കെ രീതിയിൽ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കില്ലേ. അത് നമ്മുടെ നമ്മുടെ സർവൈവിങ്ങിന്റെ ഭാഗമായിട്ടും പിന്നെ അങ്ങനെ കൊടുക്കാൻ വേണമല്ലോ. പ്രൊമോഷനും ഒക്കെ ആകുമ്പോൾ പടത്തിന്റെ പ്രൊമോഷനും ഒക്കെ ആയിട്ട് ചെയ്യുന്നതാ, അല്ലാതെ 100% ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു ടോപ്പിക്ക് വിട്ടേക്കാം. പുതിയ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് ഇനിയിപ്പോൾ വരാനുള്ളത് ഒന്ന് വിസ്റ്റ വില്ലേജ് എന്ന് പറയുന്ന ഒരു പടം, കാസർഗോഡ് ഷൂട്ട് ചെയ്ത പടം, അത് വരാനുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ മെറി ബോയ്സ് എന്ന് പറയുന്ന മാജിക് ഫ്രെയിംസ് പ്രൊഡ്യൂസ് ചെയ്ത ആ പടം കൊണ്ടുവരാൻ ഇപ്പോൾ പിന്നെ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കും, Z5-ന്റെ ഒരു സീരീസ്. ഇത് മൂന്നുമാണ് ഇനി തിയേറ്ററിൽ. മറ്റേത് OTT. ഇത് രണ്ടുമാണ് വരാനുള്ളത്. ഉടനെ തന്നെ റിലീസ് ഉണ്ടോ? ഉടനെ ഉണ്ടാവും. മാജിക് ഫ്രെയിംസിൻ്റെത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതെ, ഓണം കഴിഞ്ഞാൽ ഉടനെ ഇറക്കാന്നുള്ളതാണ്. ഓക്കെ ചേട്ടാ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചേട്ടൻ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അത്യാവശ്യം ശ്രദ്ധ നേടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്, വിശ്വസിക്കുന്നു. അല്ല, ഉറപ്പായിട്ടും. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ്, അതായത് ചെയ്ത് കഴിഞ്ഞിട്ടും ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടും ഡയറക്ടേഴ്സിനെ സമീപിക്കാറുണ്ടോ? യു മീൻ ചാൻസ് ചോദിക്കാറുണ്ടോ? അതെ, ചാൻസസ് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചാൻസ് ചോദിക്കാൻ തന്നെ നമുക്ക് കിട്ടണമെന്നുള്ളതാണ്. അപ്പൊ ചാൻസസ് എന്തായാലും ചോദിക്കാറുണ്ട്. നമുക്കിപ്പോൾ പുതിയൊരു ഡയറക്ടർ ഒരു പടം പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ. ഒരു ആക്ടറിന് മലയാളത്തിൽ നിന്ന് പിക്ക് ചെയ്യുക എന്ന് പറയുന്നത്, നമുക്ക് ഇന്നൊരു ക്യാരക്ടറിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പോൾ ആവശ്യം നമ്മുടെതാണ്.
അതെ. അപ്പൊ നമ്മൾ ചോദിക്കുക, നമുക്കിങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞ സന്തോഷം. എപ്പോഴും നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുക ഞങ്ങളും ഇവിടെ ഉണ്ട് ഒരു അല്ല അതെ അങ്ങനെ പറയാം. അപ്പൊ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഞങ്ങളെ കൂടി ഒന്ന് ഓർക്കുക എന്നുള്ള രീതിയിൽ അല്ലേ. ഇപ്പൊ ചേട്ടൻ ഉടനെ, അതായത് ഒരു ഫിലിം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഫിലിമിലേക്കുള്ള ചാൻസുകൾ കുറച്ച് പെട്ടെന്നായിരുന്നില്ലേ കിട്ടിയിരുന്നത്? അപ്പോ അതെല്ലാം അതായത് ആദ്യമായിട്ട് ചെയ്ത ക്യാരക്ടർ ചെയ്ത ഇമ്പാക്ട് കൊണ്ടാണ് ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനുശേഷവും വർഷങ്ങൾക്ക് ശേഷം വന്ന മൂവിയിലും അതേ വിനീത് ശ്രീനിവാസൻ ആ ഒരു കൂട്ടുകെട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും അവരുടെ ഒരാളായോ ഇപ്പോ? അവരുടെ ആളായോന്നല്ല, നമ്മൾ അങ്ങനെ ടീമിൽ എത്തിപ്പെട്ടത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വിനീതണ്ണൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ. ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിനീതണ്ണൊക്കെ ഓരോ പടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ പറയും, അശ്വതി നിനക്ക് ഇതിൽ ചെയ്യാനൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ പറയും കുഴപ്പമില്ല, പാർട്ടായാൽ മതി. വിനീതണ്ണൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് അതാ, വെറുതെ എന്ന് വന്ന് നീ നിന്റെ സമയം കളഞ്ഞിട്ട് പോകണ്ട. ആ സമയം നീ വേറെ ഏതെങ്കിലും പടത്തിന്, ഇപ്പം ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് വരണമെന്ന് പറഞ്ഞാൽ നീ എന്തായാലും വരും. എന്നോട് മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു എല്ലാവരോടും പുള്ളി അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് ആ ഡേറ്റിൽ നീ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തായാലും വരും, ഇത്ര ദിവസം നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കും. പക്ഷെ ആ ക്യാരക്ടർ നീ ചെയ്യുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കരിയറിൽ ഉപയോഗം വേണം. അല്ലാത്തൊരു ക്യാരക്ടർ നീ എന്തിനാ ചെയ്യുന്നത്? ആ സമയത്ത് നീ വേറെ ഏതെങ്കിലും പടം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിനക്കത് നിന്റെ കരിയറിൽ ഒരു പ്ലസ് ആവും. ഒരാൾ ചെയ്താൽ പോരാടാ എന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിലും അതുപോലെ തന്നെയായിരുന്നു. നീ വാ, നിനക്ക് നല്ലൊരു ഇതുണ്ടാവും. മീൻസ് ഇങ്ങനെയൊന്നും അല്ല പറയുന്നത് എന്നോട് പറഞ്ഞത് മൂന്നാറാണ് ഷൂട്ട് ആശത്തെ, കയറിക്കോ നമുക്ക് കുറച്ച് ഒരു 10-15 ദിവസം അടിച്ചു വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ച് അങ്ങനെ പോവാം. അപ്പം നമുക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ മൈൻഡിൽ ഇങ്ങനെയുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ പുള്ളി പറയും, ജെന്യുവനായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ പറയും. നമ്മളെ സേഫ് ആക്കിയേ പറയത്തുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നീ വന്നാൽ മതി, അല്ലാതെ നീ സമയം കളയണ്ട, ആ സമയം നീ നിന്റെ കരിയറിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് പറയും, അല്ലാതെ വെറുതെ വിളിച്ച് നിർത്താറില്ല. ആഹാ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? അതായത് ഇതേ സമയത്ത് ഡേറ്റ് ക്ലാഷ് വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ലേ? അത് ഞാനൊരു ഇതിൽ കേട്ടിട്ടുണ്ട് ചേട്ടൻ പറയുന്നതായിട്ട്. സിനിമയിൽ എത്തപ്പെടുന്നത് വളരെ എളുപ്പമായിരുന്നു, അത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു? എനിക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ജേണിയൊക്കെ ഞാൻ എന്റെ മൈൻഡിൽ തന്നെ വെക്കുന്നത്. ഞാൻ എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് ഓണമായിട്ട് വന്നിരുന്നത് എന്റെ വിഷമം പറയുന്നില്ല. പക്ഷെ ഒരിടത്ത് പറഞ്ഞിട്ടില്ലേ തലവര സിനിമയുടെ ആ ഒരു ഇത് എന്റെ ഒരു സ്റ്റോറിയാണെന്ന്? തലവരയില് അത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. തലവര സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ നിഹാൽ എന്ന ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ ആ ക്യാരക്ടർ എൻ്റെ ലൈഫ് തന്നെയായിരുന്നു. എന്നോട് അഖിലേട്ട അതിൻ്റെ ഡയറക്ടർ കഥ പറയുന്ന സമയത്ത് തന്നെ ചെറിയൊരു പാർട്ടാണ് ഞാൻ മൂവിയിൽ. സെക്കൻഡ് ഹാഫിൽ ജസ്റ്റ് വന്നിട്ട് ചെറിയൊരു പോർഷൻ മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇതായതെന്ന് വെച്ചാൽ എന്നെങ്കിലും ഞാൻ അശ്വത്ത് എങ്ങനെ സിനിമയിലെത്തി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാം, തലവര എന്ന് പറയുന്ന മൂവി കണ്ടാൽ മതി, അതാണ് എൻ്റെ ലൈഫ് എന്ന് പറയാമെന്ന് പറയുന്ന സാധനമുണ്ട്. എനിക്ക് കഥ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയതാ. ഒരു ഡോക്യുമെൻ്റ് പോലെ എനിക്ക് സൂക്ഷിക്കാം, എങ്ങനെയാ സിനിമയിലെത്തിയെന്ന് എനിക്ക് കാണാമല്ലോ. ആ സ്ട്രഗിൾ ഉണ്ടല്ലോ, ഭയങ്കര ഭീകരമായിട്ടുള്ള ആ സ്ട്രഗിൾ എനിക്ക് ആ സിനിമയിൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റി. അതെനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴെങ്കിലും ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുണ്ടോ? അതായത് ഒരു ക്യാരക്ടർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതാണ് അശ്വത്ത് ചെയ്യേണ്ട ഒരു റോൾ എന്ന് കേൾക്കുമ്പോൾ വേണ്ട ഇത് ചെയ്താൽ ചിലപ്പോൾ എനിക്കൊരു നെഗറ്റീവ് വരില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ പോകണോ, ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. എന്താ പറയാ, ഇത്ര സീരിയസ് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ചെയ്ത ക്യാരക്ടേഴ്സ് തന്നെയാണെങ്കിൽ പോലും ഞാനിപ്പം 3 സിനിമയിലോ കൊണ്ട് പോലീസായിട്ട് ചെയ്തു. 3-4 സിനിമ അന്വേഷിപ്പിനല്ല, ഞാൻ കുറുക്കൻ എന്ന് പറയുന്ന പടം ചെയ്തു. അതുപോലെ ഫസ്റ്റ് മൂവി ആഭാസം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബേബി ഗേൾ ഇപ്പോൾ ചെയ്തു പോലീസായിട്ട്. അങ്ങനെ 3-4 പടം ഞാൻ പോലീസായിട്ട് ചെയ്തു. 4 പോലീസ് 4 രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച ഈ പ്രശ്നങ്ങളില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഒരേ ക്യാരക്ടറുള്ള പോലീസ് അല്ലല്ലോ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള, ബിഹേവിയർ ഉള്ള, സംസാര രീതിയുള്ള, ആക്ഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പോലീസുകാരുണ്ടല്ലോ. നമ്മളിതിങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ നേരത്ത് പിന്നെ നമുക്ക് അങ്ങനെ തോന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിയാണ്. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ടൈപ്പ് കാസ്റ്റ് ആയി പോകുമോ എന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ കുറേ സിനിമയിൽ കൂട്ടുകാരനായി വന്നു. ഞാൻ ഹൃദയത്തിന് ശേഷം ഇറങ്ങി കുറേ സിനിമകളിൽ കൂട്ടുകാരനായിരുന്നു.
ആ സിനിമകളിലെല്ലാം കൂട്ടുകാരനായപ്പോഴും എന്നോട് എല്ലാവരും ചിലരൊക്കെ ഒന്ന് പറയാം, പക്ഷേ ഇതിലും കൂട്ടുകാരനാണ്. നമ്മളെന്താ ഈ സെറ്റിൽ ഒരേ സെറ്റിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ അടുത്ത സെറ്റിൽ നമ്മൾ കാണും. നമ്മൾ വേറൊരു പടത്തിൽ കാണുമ്പോൾ അവരെ കാണും. പക്ഷെ ഡയറക്ടേഴ്സ് ആൾക്കാരൊന്നും ആയിരിക്കില്ല, ഈ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടാവും, ഈ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നത്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നത്, ഇവരൊക്കെ വീണ്ടും കാണും. അപ്പൊ അവര് പറയും പക്ഷേ വീണ്ടും കൂട്ടുകാരനാണല്ലേ. പിന്നെ നമുക്കറിയാന്നുള്ള ഫ്രണ്ട്സ് പറയും, ആക്ടേഴ്സ് പറയും ടൈപ്പ് കാസ്റ്റ് ടൈപ്പ് ഉണ്ടാ ആ സാധനം അങ്ങനെ പിടിക്കണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോവില്ല. നമ്മൾ ചെയ്യുന്ന 6 കൂട്ടുകാരും 6 തരത്തിലുള്ളതാണെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോവില്ല. അപ്പൊ നമുക്ക് നമ്മളെ ക്യാരക്ടർ നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ആ കൂട്ടുകാരനല്ലല്ലോ ഇതല്ലല്ലോ അത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വേറൊരു ക്യാരക്ടർ നമുക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പ്രശ്നമില്ല. ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരം എന്നൊക്കെ പറഞ്ഞു. മ്യൂസിക് വീഡിയോ എങ്ങനെയാ ആ ഒരു ഷോർട്ട് ഫിലിം കോൺസെപ്റ്റിലേക്ക് എത്തിയത്? എനിക്ക് മ്യൂസിക് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പണ്ടത്തെ മ്യൂസിക് വീഡിയോസ് ഉണ്ടല്ലോ, മറ്റേ സുന്ദരി പോലത്തെ മ്യൂസിക് വീഡിയോസ് ഒക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ഈ റേഡിയോയിലൊക്കെ ചിലപ്പോൾ ഈ പാട്ട് റേഡിയോയിൽ ചിലപ്പോഴേ കേൾക്കത്തുള്ളൂ. കൂടുതൽ കേൾക്കുന്നത് ഈ CD കാസറ്റ് കടകളിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കടകളിൽ ഇട്ടേക്കും. നമ്മുടെ വീട്ടിൽ സ്പീക്കറോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കടകളിലൊക്കെ ഇങ്ങനെ ഇട്ടേക്കുമ്പോൾ നടന്ന് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ നിന്നിട്ട് പാട്ടിങ്ങനെ കേട്ടിട്ട് എനിക്ക് അങ്ങനത്തെ മ്യൂസിക് വീഡിയോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ മ്യൂസിക് വീഡിയോ ചെയ്യണം. പക്ഷേ ഞാനിങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് മ്യൂസിക് വീഡിയോയ്ക്കൊന്നും ആരും വന്നുമില്ല, അങ്ങനെ ചെയ്തുമില്ല. എന്നാൽ സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആരും വരുന്നുമില്ല. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് നിങ്ങൾ ഇനി എന്തിനാ മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്നുള്ള സാധനം. അങ്ങനെ ഇരുന്നിരുന്നിരുന്നാണ് ഇങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് വെച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രണയം? അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി, ഞാൻ കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. അതാ ഞാൻ ചോദിച്ചത് ആ ഒരു ഇതിലോട്ട് എന്നുള്ളത്. അത് ഭയങ്കര റീച്ചൊന്നും എത്തിയില്ല, പക്ഷെ ഒരുപാട് അഭിപ്രായം എനിക്ക് കിട്ടി. ഉള്ളിലൊരു കാമുകൻ ഉണ്ട് തോന്നില്ലേ? അതൊന്നും ഉണ്ടോ? ഇഷ്ടം പോലെ. ഒരു പ്രണയം ഒന്നേ ഉള്ളൂ, എന്നെ കണ്ട ഒന്നേ ഉള്ളൂ തോന്നുന്നു. അല്ല പറഞ്ഞോളൂ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾ അറിയണ്ടല്ലോ, നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. അയ്യോ വേണ്ടല്ലേ, ഗോസിപ്പിനോട് താല്പര്യമില്ല. ഗോസിപ്പ് നമ്മള് പറഞ്ഞില്ലെങ്കിലും ആൾക്കാർ പറഞ്ഞോളൂ, പറയും. ഈ ഒരു ആക്ടിങ്, അതായത് ആക്ടർ എന്നുള്ള ഒരു നിലയിൽ നിൽക്കാനാണോ അതോ കുറച്ചുകൂടി ഫ്ലറിഷ്ഡ് ആയിട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയൊക്കെ ഒരു മേഖലയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? അങ്ങനെ മാത്രമായിട്ട് നിൽക്കുന്നത് വേണ്ടാന്ന് തോന്നുന്നു. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന പരിപാടി ആയതുകൊണ്ട് ഒരു സിനിമയുടെ ഏറ്റവും ബേസ്മെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റാണ്. അവിടെ മുതലേ നമ്മളിപ്പോൾ ഒരു സിനിമയുടെ ഭാഗമാണ്. ആ സ്ക്രിപ്റ്റ് ഡെവലപ്പായി അതിൻ്റെ കൂടെ ഇരുന്ന് അതിനുശേഷം അത് പ്രീ പ്രൊഡക്ഷൻ നടന്ന് പിന്നെ ഒരു ഷൂട്ട് നടന്ന് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, എഡിറ്റ് നടക്കുന്നു, ഇതെല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ ഒരു നോളജ് ഉണ്ട്, ഓരോ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഇതിങ്ങനെ ആയിരിക്കും, അതിങ്ങനെ ആയിരിക്കും, അതങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നോളജ് വർദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നും, ഒരു കഥ ഒരാൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറയും എടാ ഇത് ഇങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക് എന്നുള്ള സാധനം. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ആവുന്നൊരു സ്വാഭാവികമായിട്ട് നമുക്ക് ഡയറക്ഷനൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. അതിലൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഞാനത് ഞങ്ങളിപ്പോ ഫ്രണ്ട്സ് ഞങ്ങൾ എഴുതുന്നുണ്ട്. ഞങ്ങൾ 2-3 പേരുണ്ട്, ഞങ്ങളിപ്പോൾ എഴുതുന്നുണ്ട്. എഴുത്ത് മുമ്പേ ഉണ്ട്, ഞാൻ പണ്ടേ എഴുതുന്നുണ്ട്. പണ്ട് അതിനുശേഷം പിന്നെ ഇപ്പോൾ വന്നപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഡയറക്റ്റ് ചെയ്യാം, നടക്കട്ടെ അടിപൊളിയായിട്ട്. ഇപ്പൊ പറഞ്ഞില്ലേ പണ്ടേ എഴുതുമായിരുന്നു, അപ്പൊ പണ്ടേ ഈ തിയേറ്റർ അല്ലെങ്കിൽ പലപ്പോഴും കലോത്സവ വേദികൾ അങ്ങനെയൊക്കെയുള്ള ആക്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്? പിന്നെ ഞാൻ അതിന്റെ ആളായിരുന്നു മെയിൻ. ഞാൻ പണ്ടും പറഞ്ഞു, ഞാൻ സ്കൂളിൽ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ക്ലാസ് റൂമിൽ കയറുന്നേക്കാൾ കൂടുതൽ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പരിപാടികൾ ഉണ്ടായിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത പരിപാടികളിൽ ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അനൗൺസ്മെന്റിന് ഇരിക്കും. ഞാനായിരിക്കും അനൗൺസ്മെന്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്ക് അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റാത്ത പരിപാടിക്ക് ഞാനായിരിക്കും കോറിയോഗ്രാഫി ചെയ്യുന്നത്. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഓഡീഷനൊക്കെ ചെന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ ഇല്ല. കാരണം നമ്മൾ ഈ പ്രോസസ്സ് അന്നേ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ചെയ്യാറുണ്ട്. ഈ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും ഓഡീഷൻസ് വഴി കിട്ടിയതാണോ? എല്ലാന്ന് വെച്ചാൽ ഹൃദയം വരെ
ബാക്കി പിന്നീട് അങ്ങോട്ട് ഹൃദയത്തിൽ നിന്ന് കണ്ട് എടുത്തതാണ്. ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കി കണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഈ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ? എനിക്കെല്ലാം ഇഷ്ടം, എല്ലാ ഇതും ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഒന്നും ഭയങ്കര കൂടുതലായിട്ടും ഇഷ്ടമല്ല, കുറവായിട്ടും ഇഷ്ടമല്ല, എല്ലാം ഒരേപോലെ ഇഷ്ടമാണ്. എനിക്ക് ആന്റണി താടിക്കാരനെ പോലെ തന്നെയാണ് ഇപ്പോൾ Z5 ചെയ്തുകൊണ്ടിരിക്കുന്ന നബീൽ എന്ന് പറയുന്ന ക്യാരക്ടറും. മറ്റേ ക്യാരക്ടറിനോട് ഒരു സ്പെഷ്യൽ സ്നേഹമൊന്നുമില്ല, പക്ഷെ ആ പ്രോസസ്സിനോട് സ്നേഹമുണ്ട്. അവരുടെ ടീമിനോടൊപ്പം അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ സിനിമകൾ ചെയ്യുമ്പോൾ ആ പ്രോസസ്സിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. കൂടെ വർക്ക് ചെയ്യുന്നവരുടെ മൂഡൊക്കെ അനുസരിച്ചിരിക്കും നമ്മളത് ഇന്നാവുന്നത്. അപ്പോൾ അതുപോലെ ആ പ്രോസസ്സ് ചെറിയ ഇത് ഇഷ്ടമല്ലായികയോ അല്ലെങ്കിൽ ഇതുപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടേഴ്സ് എല്ലാം ഏകദേശം ഇഷ്ടമുള്ളതാണ്. 100% എല്ലാം ഒരുപോലെ, എല്ലാം മനസ്സറിഞ്ഞ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നില്ലേ, അതായത് ചിലപ്പോൾ ചിലർ കരുതും അവൻ സിനിമ നടനാണ്, അപ്പോൾ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിൽ വിളിച്ചാൽ അഭിനയിക്കാൻ വരുമോ, അങ്ങനെയൊക്കെ ഒരു ഇത്. ചേട്ടൻ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി കുറച്ച് നെർവസ് ആയിട്ടുണ്ട്? അതായത് ഞാൻ സിനിമയിൽ നിന്ന് ഷോർട്ട് ഫിലിമിലേക്ക് പോയാൽ പിന്നീട് അതെന്റെ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ എന്റെ ജേർണി എഫക്റ്റ് ആവുന്ന ഒരു പേടി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാവരും ഈ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയും. അതായത് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചാനലിൽ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന നീതു കുറെ കൂടെ എന്താ പറയാ റീച്ചുള്ള ഒരു ചാനലിലേക്ക് പോകണം എന്നാണ് നീതുവിന്റെ ആഗ്രഹം. അപ്പൊ നീതു അതിനേക്കാളും റീച്ച് കുറഞ്ഞൊരു ചാനലിൽ ഇന്റർവ്യൂവിന് പോകണോ എന്ന് നീതുവും ചിന്തിക്കും, കൂടെ ഉള്ളവരും ചോദിക്കും പോകണോ നീതു, അതിന്റെ ആവശ്യമുണ്ടോ. അപ്പൊ നീതു ചിന്തിക്കേണ്ട കാര്യം ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ആ ആളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നീതുവിന്റെ കരിയറിനോ അയാൾക്കും ഒക്കെ ഉപയോഗം ഉണ്ട് എങ്കിൽ പിന്നെ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല, പോയി ഇന്റർവ്യൂ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും വേറെ പ്രൊജക്ട് കുറഞ്ഞ ഇത് എന്ന് വെച്ചാൽ ഫിനാൻഷ്യലിയും ഒരുപാട് പേരിൽ എത്തുന്നതൊക്കെ ആയിട്ടുള്ളത് നിന്ന് കുറഞ്ഞ ഒരു ചെറിയ ചാനലിലൊക്കെ പോകുമ്പോൾ നമുക്കത് തന്നെ ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളതിന്റെ ത്രെഡും നമുക്കത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിപ്പോൾ ചെയ്യണം എന്ന് തോന്നുന്നെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ വലിയ പ്രൊജക്റ്റിൽ ഇന്നായി കഴിഞ്ഞാലും ചെറിയ പ്രൊജക്റ്റിൽ ഇന്നായി കഴിഞ്ഞാൽ ഏതാണ് ആൾക്കാരിൽ എത്തുക എന്നുള്ളതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഗ്രാനി ഇല്ലേ, ശിവരാജ് ഒക്കെ അഭിനയിച്ചത്, എൻ്റെ ഫ്രണ്ടാണ് ശിവരാജ്, ഞങ്ങൾ ആഹ്യാലത്ത് ഒരുമിച്ച് ചെയ്ത. അപ്പോൾ ശിവരാജ് സിനിമയിൽ ചെയ്യുന്ന ആളല്ലേ, പക്ഷെ അതിനുശേഷം അവൻ ഗ്രാനി ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രാനിയിൽ അവന് അതിനേക്കാളും ഒക്കെ റീച്ച് കിട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ കാര്യമില്ല, ഷോർട്ട് ഫിലിമോ സിനിമ എന്നൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് എങ്ങനെയാണ്, അറിയാന്നുള്ളവരോടൊപ്പമാണോ പണി ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും. ഇതേ കോൺസെപ്റ്റ് ആണോ സിനിമയിലും? റോള് ചെയ്യുമ്പോൾ എന്റെ റോള് എനിക്ക് മികച്ചതാക്കുക, അല്ലെങ്കിൽ ഞാൻ അതിൽ സൈഡായി പോകുന്നുള്ളൊരു ടെൻഷൻ? ഒരു ക്യാരക്ടർ സൈഡാവില്ല സിനിമയിൽ സൈഡ് ക്യാരക്ടർ ഒന്നും ഇല്ല. നമ്മളൊരു ക്യാരക്ടറിനെ വിളിക്കുന്നു, നമ്മളത് അഭിനയിക്കാൻ ചെല്ലുന്നു. എന്നെ എന്താ പറയാ ഒരു ബിസിനസ്സുകാരനായിട്ട് വിളിക്കുന്നു എന്ന് വിചാരിച്ചോ, ആ സിനിമയിൽ അഭിനയിക്കുന്ന 60 ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ, ഈ 60 പേരും ബിസിനസ്സുകാരല്ല, അതിലൊരു ബിസിനസ്സുകാരനേ ഉള്ളൂ. ആരാ? ഞാനാ, മനസ്സിലായില്ലേ? അപ്പൊ സൈഡാവണം എങ്ങനെ? ഇല്ല, നമുക്കിപ്പോ ഒരു റോള് കിട്ടുമ്പോഴേ റീച്ച് ഉണ്ടാവും. ആ റീച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ഷോട്ടിൽ വന്നാലും നമുക്ക് റീച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ആക്ഷൻ ഹീറോ ബിജുവിൽ സുരാജേട്ടൻ വന്നിട്ട് ചെയ്തു പോകില്ലേ, അതിൽ സുരാജേട്ടന്റെ അവസ്ഥയിലുള്ള ഒരു 10 ക്യാരക്ടേഴ്സ് ഇല്ലല്ലോ, ആകെ ഒരാളല്ലേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് ആകെ ഒരു സീനേ ഉള്ളൂ. അപ്പൊ അതൊരിക്കലും കുറഞ്ഞു പോകുമെന്ന് ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഇനി എത്ര നല്ലൊരു, എനിക്ക് തോന്നുന്നു അവിടെ തൊട്ടാണ് ഒരു ടേണിംഗ് പോയിന്റ് തുടങ്ങി. അതെ, ആ ക്യാരക്ടർ ഭയങ്കര ഡെവലപ്പ് ആവുന്ന അപ്പൊ തൊട്ടാ, അല്ലെങ്കിൽ ആൾക്കാരിൽ എത്തുന്നത് ചെറിയ റോളായാലും വലിയ റോളായാലും. അതുകൊണ്ട് നമ്മൾ സൈഡായി പോവേയില്ല സിനിമയിൽ. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സൈഡാവില്ല സിനിമയിൽ. പക്ഷെ ഒന്നും ഇല്ലാതെ ചെന്ന് പ്ലെയിനായിട്ട് നമുക്ക് അറിയാതെ നമ്മളങ്ങ് ചെന്ന് ചെയ്തു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കഴിവില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ ഒന്നും അതിൽ സംഭവിച്ചില്ല എന്ന് തോന്നും. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് നമ്മളിലുണ്ടെങ്കിൽ ആ വേട കറക്റ്റ്, നമുക്കൊരു കോൺഫിഡൻസ് നമ്മളിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കട്ട് ചെയ്തോട്ടാ. ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതോ വലുതോ ഒന്നുമില്ല, നമ്മൾ ഒരിക്കലും സൈഡാവില്ല. ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ ഒരു കാരണവശാലും ഞാൻ സൈഡാവില്ല എന്നുള്ളത് അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീരീസിൽ തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരാളേ ഉള്ളൂ, അത് എന്റേതാ, അത് ഞാൻ മികച്ചതാക്കാൻ നോക്കിയാൽ അതെ, അത്രേ ഉള്ളൂ. ഇനിയും അതായത് ഓഡീഷൻസിലൂടെ അടുത്ത ക്വസ്റ്റ്യൻ ആലോചിക്കുകയാണോ?
അല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. എന്തോ ആലോചിക്കുന്നു. ഇല്ല, ഈ ഒരു ഇതിൽ നിന്ന് അങ്ങ് എടുക്കുന്നതാണ്. ഞാൻ കേൾക്കുന്നുണ്ട്, കോൺഫിഡൻസിന്റെ ഇതല്ലേ. ഇപ്പൊ അതായത് ഇനി ഒരു ക്യാരക്ടർ ഒരു ഡയറക്ടർ തന്നിട്ട് ഓഡീഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ്? ഓഡീഷൻസിനൊക്കെ പോയി ഇനിയും ചെയ്യാൻ വില്ലിങ് ആണോ? ഇതിപ്പോ അങ്ങനത്തെ ഉണ്ട്. ഇപ്പൊ ഞാൻ തമിഴിലൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് തമിഴിലൊക്കെ ഉള്ള ആക്ടേഴ്സ് ഒക്കെ ഡയറക്ടേഴ്സ് ഒക്കെ അവര് ഓൾറെഡി ഓഡിഷൻ എടുത്തിട്ട് ചെയ്യും. ഇവിടെ ഇപ്പൊ നമ്മൾ അറിയാന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മളെ വിളിച്ച് ഓഡിഷൻ ചോദിക്കില്ലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഓഡിഷൻ കൊടുക്കുന്നത് നല്ലതാ. ചില ആക്ടേഴ്സ് അതെന്താ സംഭവം പറയുന്നത്, ചില ആക്ടേഴ്സിനെ നമ്മൾ പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമായിരിക്കും. പെട്ടെന്ന് വന്നു അവര് അങ്ങോട്ട് ചെയ്തു തുടങ്ങുന്നതിന് ചിലപ്പോൾ ക്യാരക്ടേഴ്സ് വർക്കാവില്ല. മനസ്സിലായില്ലേ? ആ ഇതുമായിട്ട് മൊത്തത്തിൽ സിങ്ക് ആവില്ല. അത് ആ ആർട്ടിസ്റ്റിന് കുഴപ്പമില്ല, ആർട്ടിസ്റ്റ് നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും. പക്ഷെ അയാൾക്ക് അത് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഓഡിഷൻ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണിക്കൂറുകളോളം നിർത്തി അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും എനിക്കൊന്ന് ഹോളിവുഡിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. മനസ്സിലായില്ലേ? ചില ക്യാരക്ടേഴ്സിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരുടെ തന്നെ ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും പരിപാടി ഇവർക്കൊണ്ടത് പറ്റുമോ, അതിനുള്ള കാലിബർ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അത് ഒരുപാട് ഷെയ്ഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. കോമഡിയുടെ തന്നെ പല ഷെയ്ഡുകൾ ചെയ്തു. ഇപ്പോൾ ഒരു കോമഡി നന്നായിട്ട് ചെയ്ത ഒരാളാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇയാളെ കൊണ്ട് മറ്റേതും ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം ഇയാൾക്ക് മീറ്ററുണ്ട്, ടൈമിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അയാളങ്ങനെ പിക്കും. അതറിയാത്തൊരു ക്യാരക്ടറോ കാര്യങ്ങളോ ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഓഡീഷൻസിലൂടെ തന്നെ നമുക്ക് പോകുന്നതിന് നമ്മൾ വില്ലിങ് ആണ്. ഓക്കെ. ഇപ്പോൾ കുറേ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ബേബി ഗേളിലെ. അതായത് ഇപ്പോൾ കുറേ സിനിമകൾ ഇറങ്ങാറില്ലേ, അത് ബേബി ഗേളും ഒരു എക്സ്പെരിമെന്റൽ മൂവി പോലെ വന്നിട്ടുള്ള ഒരു മൂവിയാണോ? എന്താ തോന്നിയേ? കണ്ടോ? ഞാൻ കണ്ടു. അല്ല, എക്സ്പെരിമെന്റ് ഇൻ ദ സെൻസ് കുറച്ചൊരു ത്രില്ലർ പോലെയൊക്കെ വരുന്ന. പക്ഷെ ആ ഒരു ഇതില് കുട്ടിയെ കൊണ്ടുപോകുന്നതും ആ ഒരു രീതിയില് മേക്കിംഗ് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. കുറച്ചൊരു വ്യത്യസ്തമായിട്ട് തോന്നിയില്ലേ? എനിക്ക് അങ്ങനെ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോ വേറൊരു സിനിമയെ പറ്റിയാണ് നമുക്കത് പറയാൻ പറ്റും. നമ്മൾ ചെയ്ത സിനിമയെ പറ്റി വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നിയെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ കുറേ സിനിമകൾ ഇറങ്ങുന്നില്ലേ, നമ്മൾ നന്നായിട്ട് അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നു. ഓക്കെ, അതിന് നമ്മളൊരു ജഡ്ജ്മെന്റ് പറയുന്നില്ല, പ്രേക്ഷകർക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ പ്രേക്ഷകർ മനഃപൂർവ്വം തന്നെ അതിന് നെഗറ്റീവ് കൊടുത്ത് പല സിനിമകളും സൈഡാക്കുന്നില്ലേ ഈ ഒരു കാലത്ത്? അങ്ങനെ ഉണ്ടാവാറില്ലേ? മനഃപൂർവ്വമാണോ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ട്. കാരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അല്ലല്ലോ. ഈ ഇന്റർവ്യൂ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീതുവിൻ്റെതും എൻ്റെതും അല്ലല്ലോ, ഇതിന്റെ പ്രൊഡ്യൂസറിൻ്റെതും അല്ല, നാട്ടുകാർക്കുള്ളതാണ്. നമ്മൾ ഈ പറയുന്നതിൽ തന്നെ എന്തെല്ലാം മിസ്റ്റേക്ക് ഉണ്ടാവും. ആൾക്കാർ പറയാനുള്ളതെല്ലാം പറയും. അപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറയാൻ പറ്റുന്നതും മാക്സിമം പറയാം, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്തുകൊണ്ട് പറഞ്ഞോട്ടെ, അവരെ നെറ്റ് റീചാർജ് ചെയ്ത് കാണാതിരിക്കുമ്പോൾ അവർക്ക് എന്തും പറയാമല്ലോ. ഓക്കെ. പക്ഷെ ആ ഒരു അഭിപ്രായങ്ങൾ കാരണം പല നല്ല സിനിമകളും വേണ്ടത്ര റീച്ച് ഇല്ലാതെ പോവാറില്ലേ? നല്ല സിനിമകൾ മാത്രമല്ല, ഞാനൊക്കെ ചെയ്ത് ഏതൊക്കെയോന്ന് പറയുന്നില്ല, എനിക്ക് തന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില സിനിമകളൊക്കെ നമ്മളെ തന്നെ പേരെടുത്ത് പറയും, ഈ ക്യാരക്ടർ ചെയ്ത ആള് ഭയങ്കര മോശമായിരുന്നു എന്നൊക്കെ പറയും. എനിക്ക് ഏറ്റവും ചില റിവ്യൂസ് ഒക്കെ കാണാൻ ഭയങ്കര വിഷമം തോന്നിയിട്ടില്ല. ചിലത് ഭയങ്കര ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് എത്തിപ്പെടണമെന്നൊക്കെ വിചാരിച്ച് ആദ്യമായിട്ടൊരു സിനിമയിൽ വന്ന് നിൽക്കുക. സ്വാഭാവികമായിട്ടും അവന് ഈ ലൈറ്റും ക്യാമറയും ഇത്രയും ആൾക്കാരും ബഹളമൊക്കെ അവൻ്റെ ലൈഫിൽ ചിലപ്പോൾ ആദ്യമായിരിക്കും. അവൻ അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവുകയും ചെയ്യും. ഇത് റിവ്യൂ വരും. അവർക്കിത് അറിയേണ്ട ആവശ്യമില്ല. അവരെ ആരെയും കുറ്റം പറയുന്നതല്ല, അറിയേണ്ട ആവശ്യമില്ല. അവരുടെ ആ പേരെടുത്തോ ഒക്കെ അല്ലെങ്കിൽ ആ ഡ്രസ്സിങ് സ്റ്റൈലോ അല്ലെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്ത് ഇന്ന ആള് എന്നുള്ള രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് പറയും. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്, ഭയങ്കര മെന്റലി ഞാൻ എന്തിനടാ ഈ 15 വർഷം അല്ലെങ്കിൽ 20 വർഷം ഇതിൻ്റെ പിറകെ നടന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ വീട്ടുകാർ എൻ്റെ സിനിമ കാണുന്നേക്കാൾ കൂടുതൽ ഈ റിവ്യൂ ആണ് കാണുന്നത്. ആൾക്കാർ അയച്ച് ഫാമിലി ഗ്രൂപ്പിൽ ഇടുക, ഇതിടുക, അങ്ങനെ മെൻ്റലിയൊക്കെ പോകുന്ന ഒരുപാട് പേരെ എനിക്ക് അറിയാന്നുള്ള പേഴ്സണലി അറിയാന്നുള്ള ആൾക്കാരുണ്ട്. മെന്റലി റിവ്യൂസ് ഒക്കെ നമ്മൾ അങ്ങ് ഡൗൺ ആക്കി അങ്ങനെ ആക്കുന്നുണ്ട്. ചിലർ അതൊക്കെ പൊളിച്ച് പിന്നെയും തിരിച്ച് കംബാക്ക് നടത്താറില്ലേ? വരണം മുത്തേ, സോറി, പൊളിച്ച് വരണം, വേറെ ഒന്നും കൊണ്ടല്ല. അത് എന്നാലേ നമുക്കൊരു ഇതുള്ളു.
ഞാൻ നോക്കും, ഞാൻ 2016 ഞാൻ ഭയങ്കര സംഭവം എന്നല്ല പറഞ്ഞത്, 2018 ആഭാസം ഇറങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിൽ കുറേ ഫ്ലോപ്പുകളും സംഭവിച്ചിട്ടുണ്ട്, നല്ല സിനിമയും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അത് വിചാരിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ വീണ്ടും ചാടി ഇറങ്ങിയേ പറ്റൂ. അടുത്ത വെള്ളിയാഴ്ച അടുത്ത പടം വരുമ്പോൾ ഈ റിവ്യൂ മാറും. അങ്ങനെ വിചാരിച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പോകണ്ട. ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ ചെയ്തു വെച്ചു, അത് കഴിഞ്ഞാൽ നമ്മൾ വരിക, റിവ്യൂസ് വരുന്നത് എന്തോ ആവട്ടെ, റിവ്യൂസ് എന്തോ വരട്ടെ. ആ ഒരാഴ്ച ഒന്ന് കടിച്ചു പിടിച്ച് പല്ലുവേദന വരുമ്പോൾ നമ്മൾ നിൽക്കില്ലേ, നിന്നാ മതി, വേറെ ഒന്നുമില്ല. അത് കൂടുതലൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വേറെ നല്ല പടം വന്ന ഇവരൊക്കെ തന്നെ നല്ലതും പറഞ്ഞോളൂ. അതെ, ഓക്കെ. അപ്പോൾ ഈ കുറച്ചുകൂടി വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വില്ലൻ കിട്ടിയാൽ നല്ലതായിരിക്കും. ഞാൻ അങ്ങനത്തെ ഇതുവരെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല, റിലീസ് ആയിട്ടില്ല. അതൊരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പരിപാടി ചെയ്താൽ കൊള്ളുന്നുണ്ട്, രസമുണ്ടാവും ചിലപ്പോൾ. ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു, ഒരു ലെൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ചൊരു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു വില്ലൻ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു. ചിലപ്പോൾ നന്നായിരിക്കും തോന്നുന്നു. അതെ, എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാൻ ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു പിക്കിൽ, ആ പിക്കായിരുന്നു ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ പിക്കിൽ കാണാൻ നമ്മുടെ ആശിഷിനെ പോലെ ഇല്ലേന്ന്, അതായത് ആന്റണി പെരുമ്പാവൂരിന്റെ മോനില്ലേ തുടക്കത്തിൽ, ആ ഒരു ഇത് ഷെയ്ഡ് ഇല്ലേന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോ എനിക്കും അങ്ങനെ തോന്നി, ശരിയല്ലേ അങ്ങനെ ഒരു ഇതില്ലേന്ന്. അപ്പോ കിട്ടട്ടെ വില്ലൻ വേഷങ്ങളൊക്കെ, നല്ലൊരു വില്ലനായിട്ട് തിളങ്ങട്ടെ അല്ലേ. അപ്പോൾ അതായത് എന്ന് വെച്ചാൽ മലയാളത്തിലല്ലാതെ മറ്റു ലാംഗ്വേജസിലോട്ടും നോക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ തമിഴിൽ നോക്കുന്നുണ്ടെന്ന് പറയുന്നത് പോലെ ഇതിൽ ഏത് ഇൻഡസ്ട്രിയിലായിരിക്കും കുറച്ചുകൂടി ഈസി നമുക്ക് ഫിലിമിലൊക്കെ ഒരു അവസരം കിട്ടാനും? ഇവിടെ മലയാളത്തിലാണ് അധികം സ്ട്രഗിൾസ് ഇല്ലാതെ. പിന്നെ സ്ട്രഗിൾസ് ഇവിടെ ആവുന്നത് നമുക്ക് ഡയറക്റ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും റിക്വസ്റ്റ് ചെയ്യാലോ, പൈസ കാര്യത്തിലൊക്കെ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ലിമിറ്റേഷൻ ഒക്കെ വന്നാലോ, അപ്പോൾ നമുക്ക് സംസാരിക്കാൻ നേരത്ത് പറയാം, ചേട്ടാ പൈസക്ക് കുറച്ച് പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നുള്ളത്. ഞാനിപ്പോൾ തമിഴിലൊക്കെ ചെയ്യാൻ നേരം നമുക്കിത് ഇതേ ഒരു ഫ്ലോയിൽ നമുക്ക് പറയാം, ഇപ്പോൾ ചിലപ്പോൾ കിട്ടൂല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും കംഫർട്ട് മലയാളത്തിൽ നിൽക്കുകയാണ്. പക്ഷെ കുറച്ചുകൂടി ഇപ്പൊ നമ്മൾ തമിഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ഉള്ള ആക്ടേഴ്സിനെ കുറച്ചുകൂടി അവിടെ സ്വീകരിക്കാറില്ലേ? ഇവിടുത്തെ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ പോയിട്ടില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തമിഴല്ലേ കുറച്ചുകൂടി എളുപ്പം, ഈ പറയുന്ന ലാംഗ്വേജ് ബാരിയർ ഇല്ലാന്നുണ്ടെങ്കിൽ. ഞാനത് ഇതിന് പറഞ്ഞതേ ഉള്ളൂ, തമിഴ് എളുപ്പം ഇൻ ദ സെൻസ് ഫിനാൻഷ്യൽ സൈഡാണ് ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, ചാൻസുകൾ കിട്ടുക എന്നുള്ളത്. ചാൻസുകൾ നമുക്ക് ഇവിടെയും കിട്ടും. ഇവിടെ ചാൻസിന് കുറവൊന്നുമില്ല, ഇവിടെ നമുക്ക് ചാൻസ് കിട്ടുകയൊക്കെ ചെയ്യും. അവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, അവിടെ ചൂസ് ചെയ്ത് അവരുടെ ഒരു ടെറിട്ടറിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഭയങ്കര കഷ്ടപ്പാടാണ്. ഇവിടെ അതുപോലെ പെർഫോമൻസും അതുപോലെ തന്നെ വാല്യുബിളും ആയിട്ടുള്ള ആക്ടേഴ്സിനെ ആയിരിക്കും അവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്ത സെൻസ് രണ്ടിടത്തും നമ്മൾ ഒരുപോലെ പണിയെടുക്കണം, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ഇത്രയും വർഷം ചെയ്തു വന്ന ഒരിതുണ്ടല്ലോ, ഞാൻ ചിന്തിക്കുന്നതിന്റെ ഏകദേശം സിമിലർ ആയിട്ടായിരിക്കും ഒരു കാര്യത്തെപ്പറ്റി നീതും ചിന്തിക്കുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അവർ വളർന്നു വന്ന ചുറ്റുപാട്, വളർന്നു വന്ന സാഹചര്യം, കേട്ടിട്ടുള്ള കഥകൾ, ചെന്നുപെട്ട സ്ഥലങ്ങളുടെ ബിഹേവിയർ, ഇതെല്ലാം അവരെ സ്വാധീനിക്കും. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസിൽ നമ്മൾ പോയിട്ടില്ല, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെയും തമ്മിലുള്ള, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അവിടെ നമുക്ക് അത്ര ഈസി ആവണമെന്നില്ല, മനസ്സിലായില്ലേ? അവിടെ നമുക്ക് അതൊന്ന് പഠിച്ചെടുത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും രണ്ടിടത്തും പണിയെടുക്കണം. ഇപ്പോൾ ഒരുപാട് പണിയെടുത്തു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റോറി കേട്ടു, ഇത് പറയുകയാണ് അശ്വതി ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഡേ തൊട്ട്, ആ കേൾക്കുന്ന മൊമെന്റ് തൊട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ എപ്പോഴെങ്കിലും പ്രിപ്പയർ ആയി വന്നു, പക്ഷെ ഫൈനൽ മൊമെന്റിൽ ആ ഒരു ചാൻസ് പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട്. പിന്നെ ഞാൻ സെറ്റ് ചെന്നിട്ടും സംഭവിക്കാത്തതൊക്കെ സംഭവിച്ചു. അതായത് സംഭവിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ചെന്നു, അന്ന് എൻ്റെ ഷൂട്ടല്ല, ഫസ്റ്റ് ഡേ ഷൂട്ടിന് ചെന്നു, അന്ന് വേറെ ഷൂട്ടാണ്, എൻ്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട്. ഞാനവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അതേ പറഞ്ഞ ക്യാരക്ടറിന് വേറൊരാൾ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ അറിയുന്നില്ല. ഞാൻ അവരോട് സംസാരിക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫസ്റ്റ് ഷോട്ടും ഒക്കെ വേറെ എടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ
നമ്മളോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല, ലുക്കിനെ പറ്റിയോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല, ആരും ഒന്നും സംസാരിക്കുന്നില്ല, ബാക്കി സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, ഡേറ്റിനെ പറ്റി സംസാരിക്കുന്നില്ല. ഒന്നും സംസാരിക്കാതിരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് അസ്വസ്ഥയോട് ചേട്ടാ നമ്മുടെ പരിപാടി ഇപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ അശ്വതി ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാ, നീ വെയിറ്റ് ചെയ്യും പറയാം. പിന്നെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിട്ട് അശ്വതി അത് ഇങ്ങനെയാണ്ടാ, ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നു, അപ്പോൾ ഇങ്ങനെ ചില ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്ത് കുറേ ആൾക്കാരെ മാറ്റി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. കുഴപ്പമില്ല, അതിന്റെ ഭാഗമാണ് ഇത്. അതെ, സിനിമയുടെ ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കും, അത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. കാരണം നമുക്കൊരു ബേസ് ഇല്ലല്ലോ. നമുക്ക് സിനിമ ആദ്യമല്ലേ. അതെ, നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് ഒരു ഗോഡ് ഫാദർ അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് ഇങ്ങനെ വന്നിട്ട് നീ ഇവിടെ നിന്നോ എന്ന് പറയാൻ ആളില്ലല്ലോ. നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതിനെ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും കാണണ്ട, ഇതൊക്കെ എന്റെ ഭാഗമാണ്. ഇപ്പൊ സിനിമയിൽ ഒരു ഗോഡ് ഫാദർ ഉള്ള ആളിന്, അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളിന്റെ അത്രയും സ്ട്രഗിൾ ഉണ്ടാവില്ല എന്നാണ്. സ്വാഭാവികമല്ലേ. ഇപ്പൊ എൻ്റെ ഫാമിലിയുള്ള ഒരാൾക്ക് സിനിമയായിട്ട് ഭയങ്കര ബന്ധമുണ്ടെങ്കിൽ ഒരു സിനിമ സെറ്റിൽ എൻ്റർ ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഈസിയല്ലേ. ഞാനൊക്കെ എത്രയോ സിനിമ സെറ്റിന്റെ വീട്ടിൽ ഷൂട്ടെങ്കിൽ ആ വീടിന്റെ മതിലിന്റെ വെളിയിൽ വന്ന് നിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം ഞാൻ നിന്ന് കണ്ടിട്ടുണ്ട്. അവിടെ എന്താണ് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി വരാൻ നേരത്തെ അവരെ കാണും. ഞാൻ ഗീതാഞ്ജലി സിനിമ, ഞാൻ അത് തന്നെ പറയാം, ഗീതാഞ്ജലി ലാലേട്ടൻ്റെ സിനിമയല്ലേ, അത് ഞങ്ങളവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്ത, അതിൻ്റെ മറ്റേ അവരുടെ കൊട്ടാരം മീൻസ് പാലസ് ഒക്കെ ഷൂട്ട് ചെയ്യില്ലേ, അതൊക്കെ അവിടെയാണ്. ഞാൻ അതിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് ആ പാലസ് കുറേ അകത്താ, അതിൻ്റെ ഗേറ്റ് ഇങ്ങ് ഇപ്പുറത്താ, അവിടെ നിന്നിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ലാലേട്ടനെ കാണാനായിട്ട് അവിടെ നിൽക്കുന്നു. അതിനുശേഷം ചില ആർട്ടിസ്റ്റൊക്കെ ഇറങ്ങി വരുന്നു, അവിടെ ഷൂട്ട് കിടക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരാകത്ത് കയറാൻ സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്തിനാ വന്നേ, കാണാൻ വന്ന, അപ്പോൾ ഇവിടെ നിന്നോ കണ്ടിട്ട് പൊക്കോ എന്നുള്ളതാണ്. അത് സത്യമാണല്ലോ, അതങ്ങനെയാണല്ലോ. അത് ബ്രേക്ക് നമ്മൾ അകത്ത് കയറിയില്ലേ, അതാണ് അത് ചെയ്യണം നമ്മൾ, അവിടെയാണ് കളി. അപ്പോൾ ബ്രേക്ക് ചെയ്ത് കയറി ലാലേട്ടനെ കണ്ടു, എല്ലാം സംഭവിച്ചു, എനിക്ക് മാനിഫെസ്റ്റ് ചെയ്തല്ല. അതിൽ കൂടെ വലിയ ആ ഒരു സ്ട്രഗിൾ ജേർണി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ, മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ കുറെ സിനിമാ വിശേഷങ്ങളല്ലേ പറഞ്ഞത്, അപ്പൊ ഞാൻ കുറച്ച് അടുത്തൊരു ഓണവിശേഷത്തിലോട്ട് പോയിക്കോട്ടെ. ഇപ്പോഴേ ചേട്ടാ ഇങ്ങനെ പറഞ്ഞില്ലേ, ഒരു കഥ മനസ്സിലുണ്ട്, അതായത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ഡയറക്ടറായിട്ടോ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടോ ഒക്കെ പോകാനൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാമായണമൊക്കെ ബേസ് ചെയ്ത് കുറെ സിനിമകൾ വരുന്നത്. അത് ചുമ്മാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, വെറുതെ ചോദിക്കുന്നത് അല്ല ജി കെ ലെവലിലോട്ട് പോണ്ടാന്ന്. അയ്യോ, അതായത് ഇപ്പൊ രാമായണമൊക്കെ സിനിമ ആവുന്നില്ലേ, അതുപോലെ നമ്മുടെ ഓണത്തിനൊക്കെ ബേസ് ചെയ്തൊരു സിനിമ ഇറക്കുകയാണെന്ന് വെച്ചോ, ചേട്ടനാണ് ഇറക്കുന്നതെന്ന് വെച്ചോ, ഞാൻ ഡയറക്ടർ ആയിക്കോ. ഓക്കെ, അപ്പോ കാസ്റ്റിംഗ് കൊടുക്കുമ്പോ നമ്മുടെ മലയാളത്തിൽ നിന്ന് ആരെയായിരിക്കും ഒരു മഹാബലിയായി അല്ലെങ്കിൽ വാമനനായിരിക്കും എടുക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ജി കെ പ്രതീക്ഷിക്കരുത് എന്ന്. ഭീമനാണെങ്കിൽ ലാലേട്ടനെ എടുക്കാറുണ്ട്, പക്ഷെ ഭീമൻ ഇല്ലല്ലോ ഇതില്, അല്ലേ? ഭീമൻ ഇതിലില്ല. അതുകൊണ്ട് നമുക്ക് ലാലേട്ടന് തന്നെ മാവേലിയേക്ക് ലാലേട്ടന് തന്നെ കൊടുക്കാം. അപ്പൊ വാമനനായിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമില്ല, അങ്ങനെ പോകുന്നതിൽ പ്രശ്നമില്ല. ഓക്കെ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, അതായത് ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലുള്ള കാര്യമാണ് കുറെ കൂടി ഇഷ്ടം, അതായത് വീട്ടില് ഒരു ഓണം അങ്ങനെയൊക്കെ. അപ്പൊ നല്ലൊരു ഓണം മെമ്മറി പറയാവോ, അതായത് ഓണക്കാലത്തെ ഒരു ഓർമ്മ? രാവിലെ എണീച്ച് കുളിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട് തൊഴുത്, അതിനുശേഷം അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വന്ന് കാപ്പിയും കുടിച്ച് കിടന്നുറങ്ങി. അതിനുശേഷം ഉച്ചയ്ക്ക് എണീച്ചു അമ്പലത്തിൽ പോകാനുള്ള ഡ്രസ്സെല്ലാം മടക്കി വെച്ചു, ഉച്ചയ്ക്ക് ഇല ഇട്ടിരുന്നു, അവിടെ നിന്ന് സദ്യ കഴിച്ചതിന് ശേഷം വീണ്ടും കുറച്ചു നേരം കിടന്നുറങ്ങി. 4 മണിക്ക് എണീറ്റ് വീണ്ടും അമ്പലത്തിൽ പോയി തിരിച്ചു വന്നൊരു ഓണം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഓണം മെമ്മറി എല്ലാ ടൈപ്പ് ഓണം ഉണ്ടായിരുന്നു. കോവിഡിന്റെ സമയത്ത് ഓണം നമ്മൾ ആഘോഷിച്ചു. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു 55-56 വർഷമായ യുഗപ്രഭ എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ ഓണാഘോഷികളാണ് മെയിൻ. രാവിലെ അവിടെ എത്തുകയും കുറേ ആൾക്കാർ കുട്ടികളൊക്കെ വരികയും അവരെ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളെല്ലാം നടക്കുകയും
മറ്റേ കലവടി മത്സരം, എന്താ പറയാ, അതൊക്കെ ഇല്ലേ, സൂചി നൂൽകോർക്കൽ തുടങ്ങിയിട്ടുള്ള, സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം നടക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതിനുശേഷം സദ്യ കഴിക്കുന്നു. അതിനുശേഷം വൈകുന്നേരം വീണ്ടും വടംവലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതിനുശേഷം നൈറ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചിരുന്നു. ഒരു 7-8 മണിയാകുമ്പോൾ കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ പോയി. ഭയങ്കര രസമുള്ള അങ്ങനത്തെ ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ. ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് തിരുവനന്തപുരം സൈഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലബ്ബ് പരമായിട്ടുള്ള പരിപാടികൾ ഒരുപാട് ഉണ്ടല്ലോ. ഞാൻ തിരുവനന്തപുരമാണ്. എവിടെ? കഴക്കൂട്ടം. എനിക്കറിയാം. ഇത് വെച്ചിട്ട് എക്സാക്ട് പറഞ്ഞ് ഇവരെന്നെ കളിയാക്കും. ചന്തവിള. ചന്തവിളക്ക് എന്താ കുഴപ്പം? അവരെന്നെ ആ പേരിലാണ് വിളിക്കുന്നത്. അല്ല, ഞാൻ തിരുവനന്തപുരത്ത് കുറെ കണ്ടിട്ടുണ്ട്. അതായത് ക്ലബ്ബ് പരമായിട്ട് ഭയങ്കര കുറച്ചുകൂടി ക്ലബ്ബൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളത് തിരുവനന്തപുരത്താണല്ലേ? അങ്ങനെ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മറ്റ് സ്ഥലങ്ങളിലോട്ട് പോകുന്ന സമയത്തൊക്കെ ഒരു ഓണത്തിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ അധികം ക്ലബിന്റെ പരിപാടികൾ ഞാൻ കണ്ടിട്ടില്ല. ക്ലബ്ബ് തന്നെ ഒരു ഉണർവാണല്ലേ ഓണത്തിന്റെ ഒക്കെ ഒരു ടൈമിൽ വരുമ്പോഴത്തേക്കും. ഇപ്പൊ പിന്നെ കൂടുതലും ടിവിയും ഫോണിലോട്ടൊക്കെ ആയെന്നൊരു സംഭവം ഉണ്ടല്ലോ. അതെ, നമ്മള് ഇപ്പോ നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെയും ഇതുപോലെ പ്രോഗ്രാം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെയും പിള്ളേര് വരുന്ന കാര്യം ഭയങ്കര പാടാണ്. നമ്മള് ഒരു 2 ദിവസം മുമ്പേയൊക്കെ ചെന്ന് അവരെ വിളിച്ച് നിങ്ങൾ വിടണം എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മുടെ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. എന്റെയൊക്കെ സമയത്ത് എന്ന് പറയുമ്പോൾ 10 ദിവസം സ്കൂൾ അടച്ച അന്ന് മുതൽ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ട്. ഇപ്പൊ പിന്നെ അതില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അത്രയും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വെക്കേഷൻ ടൈം എങ്ങോട്ടെങ്കിലും പിള്ളേർ പോകുന്നു, അങ്ങനത്തെ ഒരു ലെവലിലോട്ടായി അല്ലേ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അവിടെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ ഒരു ഫോറിനറിനെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരാളിനെ പരിചയപ്പെടുന്നു. കേരളത്തിന് പുറത്ത് അത് എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ആ ഒരാളിനെ ചേട്ടൻ ഓണത്തിനൊന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്ന് വെച്ചോ. ഞാൻ എന്തിനാ അയാളെ കൊണ്ടുവരണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കൊണ്ടുവരുന്നു എന്ന് വെച്ചോ. പക്ഷെ ആ ആളിനെ ഒന്ന് ഇംപ്രസ് ചെയ്ത് വേണം കൊണ്ടുവരാൻ. അതായത് ഓണം എന്താണ് ഓണം എന്നൊന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ ഈ സദ്യയൊക്കെ കൊടുത്ത് അങ്ങനെ ആ ഒരു രീതിയിലല്ല. സിമ്പിൾ അല്ലേ? അതായത് ചേട്ടൻ ഒരാളിനെ എങ്ങനെയായിരിക്കും, ഒരു കേരളത്തിൽ അല്ലാത്ത ഒരാളിനെ എങ്ങനെയായിരിക്കും ഒരു ഓണത്തിന് ചേട്ടൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? എന്തൊക്കെ പറഞ്ഞായിരിക്കും കൊണ്ടുവരുന്നത് തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞ ആഘോഷത്തിനിടെ ചോദിക്കണം. അയാളെ വീട്ടിൽ കൊണ്ടുവരണം. അതെ, കേരളത്തിൽ ഇല്ലാത്ത ഒരാളെ പുറത്തുള്ള ഒരാളാണ്. അവര് ഓണം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, അതിപ്പോ പുള്ളിയെ പിടിച്ച് എവിടെയെങ്കിലും പൂട്ടിയിട്ട് 1-2 ദിവസം പട്ടിണി കിടത്തിയിട്ട് ആഹാരം തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് നല്ലൊരു ഐഡിയ ആണല്ലേ. അതല്ലേ നമ്മൾ സംസാരിക്കണ്ടല്ലോ, സംസാരിക്കണ്ട, വെറുതെ പൂട്ടിയിട്ട് കൊണ്ടുവന്നാൽ പൂട്ടിയിട്ടതിന് ശേഷം ഒരു 1-2 ദിവസം നന്നായിട്ട് അയാള് വിശക്കട്ടെ, ഓണത്തിന്റെ അന്ന് വാ കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി വീട്ടിൽ വരും. നല്ലൊരു ഐഡിയ ആണ്. ഞാൻ അങ്ങനെ ചെയ്യും, എനിക്ക് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഒരു കിഡ്നാപ്പിംഗ് പ്രതീക്ഷിക്കാൻ ആരെങ്കിലും? പറഞ്ഞല്ല, ഞാൻ അതിനങ്ങനെ പറയാൻ പറ്റൂല. അധികം സംസാരിച്ച് നമുക്ക് പണിയെടുക്കണ്ട, ജസ്റ്റ് വിളിച്ചോണ്ട് വന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ആഹാരം കൊടുത്ത് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഹാപ്പി ആക്കി വിടും. അതെ, അപ്പൊ ഒരിക്കലും കിഡ്നാപ്പർ ആവില്ലല്ലോ. അപ്പൊ സന്തോഷത്തോടെ ഹാപ്പി ആക്കി വിടും. എനിക്ക് ഒരാളെ കൊണ്ടുവരണമെന്നല്ലേ ഉള്ളൂ. അതെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എവിടെയാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക, നടക്കട്ടെ, എന്തായാലും അത് നടക്കട്ടെ. അപ്പോൾ എവിടെ ആയിരുന്നിരുന്നാലും അടിപൊളിയായിട്ട് തന്നെ ഓണം പോട്ടെ. നിങ്ങളോട് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞതിനും ഓണത്തെക്കുറിച്ച്, അതായത് എൻ്റെ ആ ഒരു മെമ്മറി ഷെയർ ചെയ്തതിനും എല്ലാം താങ്ക് യു. ആൻഡ് നല്ലൊരു ഓണം ആശംസിക്കുന്നു. ആൻഡ് ചേട്ടൻ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഓണത്തിന്. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കൂടെ ഞാൻ ഇവിടെ പറയുകയാണ്. എല്ലാവരും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കും. തീർച്ചയായും ഞങ്ങൾ ആഘോഷിക്കും. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ ചേട്ടനും ഫാമിലിക്കും ഒക്കെ. 26 എനിക്ക് തിരുവോണമാണ്. അതെ, തിരുവോണത്തിന്റെ അന്നാണ് തിരുവോണം. എന്തായാലും ഓഗസ്റ്റ് 26 ഞങ്ങളപ്പോ എന്റെ ബർത്ത്ഡേ എല്ലാവരും ആഘോഷിക്കുന്നത്. കേരളക്കര മൊത്തം ആഘോഷിക്കട്ടെ അങ്ങോട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഓണാശംസകൾ ഞങ്ങൾ നേരുന്നു. എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു. തിരിച്ചും ഒരുപാട് സന്തോഷം. താങ്ക് യു.